ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നടാൻ പോകുന്ന വായൽക്കുള്ളില്ലാത്ത കുറച്ച് പേരുള്ള കുറച്ച് ചെടികളാണ് കേട്ടോ. അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, കേട്ട് നോക്കിക്കോ. മെലസ്റ്റോമ, ഗർബറ ആൻഡ് കലാത്തിയാണ്. ഈ 3 പ്ലാന്റാണ് ഇന്ന് നടാൻ പോകുന്നത്. ചെടികളുടെ പേരൊക്കെ കേട്ട് കഴിഞ്ഞാൽ തോന്നും വലിയ എന്ത് സംഭവമാണ്. പക്ഷേ ഇത് ചെടികളെ കാണുമ്പോഴല്ലേ ഇത് ചെടി ഭയങ്കര ചെറുതാണ്, ആ പേരിനുള്ള ഒരു ഇതൊന്നും ഇല്ലയെന്ന് മനസ്സിലാവുന്നത്. പക്ഷേ ചില ചെടികൾക്കാണെങ്കിലോ അതിന് യോജിച്ച പേരും എല്ലാം കിട്ടിയിട്ടുണ്ടാവുക. എന്താ അല്ലേ? ഞാനാണെങ്കിൽ ചെടികളൊക്കെ വല്ലോടെ വീട്ടിൽ നിന്നിട്ട് കണ്ടിട്ടുണ്ട്, പക്ഷേ എൻ്റെ പേരൊന്നും അറിയത്തുമില്ല. പിന്നെ അങ്ങനെ മേടിക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പണ്ട് മുതലൊരാഗ്രഹം തന്നെയാണ് ഈ ചെടികളൊക്കെ മേടിക്കണം, പൂന്തോട്ടം ഉണ്ടാക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ. പക്ഷെ അത് ഇപ്പോഴാട്ടോ നടക്കുന്നത്. എനിക്ക് തോന്നുന്നു എല്ലാവരും പറയുന്ന പോലെ എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ടെന്ന് പറയുന്ന പോലെ മിക്കവാറും ഇതിൻ്റെ സമയം ഇപ്പോഴായിരിക്കും. പിന്നെ എൻ്റെ അക്കൗണ്ടിലെ വീഡിയോസൊക്കെ എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ടോ? ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാം കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. ഈ വീഡിയോയ്ക്ക് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ. ഇപ്പോഴത്തെ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1K സബ്സ്ക്രൈബേഴ്സ് ആവണം എന്നുള്ളതാണ്. നമ്മുടെ ചാനലിൽ മിക്കവാറും നടക്കുമായിരിക്കും. ഒരു 700+ ആയിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു സപ്പോർട്ട് തന്നെയാണ് എന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ബൂസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ രാവിലെ എണീക്കുമ്പോഴത്തേക്ക് ഞാൻ ഓരോ കാര്യങ്ങൾ ഓർക്കും, ഇന്ന് ഏത് ചെടി നടണ്ടേ, ഇന്നിപ്പോൾ പോയി നോക്കിയിട്ട് അങ്ങനെയാണെങ്കിൽ ഏത് ചെടി എടുക്കും, അങ്ങനെയൊക്കെ ആലോചിച്ചിട്ടാണ് ഓരോ ദിവസം എണീക്കുന്നത്. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഈ 3 ചെടികൾ നടാമെന്നുള്ളതാണ്. പേര് ഓർമ്മയുണ്ടല്ലോ, ഗർബറ, കലാത്തിയാണോ, പിന്നെ മെലസ്റ്റോമ, ഈ 3 പേര്. ബാക്കിയുള്ളവരെ പറയാൻ കൂടി കിട്ടുന്നില്ല, ഞാൻ എഴുതി വെക്കേണ്ട അവസ്ഥയാന്ന് തോന്നുന്നുണ്ട്. ഈ മെലസ്റ്റോമയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു യൂട്യൂബർ ഉണ്ടല്ലോ, ഡിഞ്ചു എന്ന് പറയണേ, പുള്ളിക്കാരുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ മെലസ്റ്റോമിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ തന്നെയാണ് ഈ മെലസ്റ്റോമ ചെടി പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ടായിരുന്നതും, അതുപോലെ തന്നെ ഇതിനോട് ഇത്ര ഇഷ്ടം തോന്നിയിട്ടുണ്ടായിരുന്നതും. എനിക്ക് ഇപ്പം ചെടികളിൽ പൊതുവെ എനിക്ക് ചെടികളിൽ ഇഷ്ടമുള്ള ചെടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മെലസ്റ്റോമ തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഗർബറ എന്നൊരു ചെടിയുണ്ടല്ലോ, ഈ ഒരു പൂച്ചെടിയാണ് നമ്മൾ പൊതുവേ ഇങ്ങനെ പള്ളികളിലൊക്കെ ഇങ്ങനെ വെക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു ചെടിയുടെ കണ്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ അതിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നേ. പിന്നെ നിങ്ങൾ കുറച്ച് മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നില്ല, അതെൻ്റെ ഫോണൊന്ന് നിലത്ത് പോയതായിരുന്നു, എന്തോ ഭാഗ്യം ഒന്നും പറ്റിയില്ല. പക്ഷേ ഞാനതെടുത്ത് നോക്കിയപ്പോൾ നമ്മുടെ ക്യാമറയുടെ ജസ്റ്റ് ഒന്ന് ഗ്ലാസ് ഒന്ന് പോയിട്ടുണ്ട്. കുഴപ്പമില്ല, എല്ലാ പ്രാവശ്യവും ഞാൻ തന്നെ കൊണ്ട് നശിപ്പിക്കാറുള്ളത്, ഇതിപ്പോൾ ഈ പ്രാവശ്യം ഇങ്ങനെയായിരുന്നു മാത്രം. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവർക്ക് എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ ചാനലിൽ വേറെ ഏതെങ്കിലും വീഡിയോസ് ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതൊന്നും ജസ്റ്റ് പറയണേ. ഞാനിപ്പോൾ ചെറുതായിട്ട് ചെടികളിലേക്കൊരു ഇതൊക്കെയാണ് ചെയ്യുന്നത്. അപ്പം അത് മാറ്റി പിടിച്ചിട്ട് വേറെ എന്തെങ്കിലും ചെയ്യണോ, നിങ്ങൾക്ക് എന്താണ് കാണാൻ താല്പര്യമുള്ളത്, അതൊക്കെ ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ പണി ഏകദേശം ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നനച്ചും കൂടെ കൊടുത്താൽ മാത്രം മതി. നമ്മൾ പൊതുവെ ചെടികളൊക്കെ റീപ്പോർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അതിൽ കുറച്ച് നനച്ച് കൊടുക്കണം കേട്ടോ. എന്നാലാണ് ചെടിക്ക് കുറച്ച് ഉഷാറൊക്കെ ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ ആകുമ്പോൾ ചെടിക്ക് പെട്ടെന്ന് പിടിച്ചു തരാനുള്ള ഒരു തോന്നലൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞു. പിന്നെ നിങ്ങൾക്കൊരു കാര്യം അറിയാമോ, ഞാനാണെങ്കിൽ പണ്ട് ഇങ്ങനെ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോഴേ ഇവരിങ്ങനെ ചുമ്മാ വീഡിയോസൊക്കെ എടുത്തിട്ട് വലിയ പണിയൊന്നുമില്ലല്ലോ എന്ന് ഓർത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് മനസ്സിലായി അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്. അപ്പോൾ ഓക്കെ, ബൈ.